അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം സൂറത്തുൽ ഖദർ അഞ്ചാമത്തെ സൂക്തം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. അത് ആ രാത്രി സമാധാനമാണ്, പ്രഭാതം പുലരുവോളം. സലാമുൻ സമാധാനമാണ്, ഹിയ അത്, ഹത്ത വരെ, മത്ല ഉദയം, ഫജ്ർ പ്രഭാതം. ഈ അധ്യായം അവസാനിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത് ലൈലത്തുൽ ഖദറിന്റെ രാത്രി മുഴുവൻ സമാധാനമാണ്, പുലരുവോളം സമാധാനമാണ് എന്നാണ്. സലാം സമാധാനം, ശാന്തി എന്ന പദം 42 തവണ വിശുദ്ധ ഖുർആനിൽ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ പേരാണ് സലാം. ദാറുസലാം എന്നാണ് സ്വർഗത്തെ ഖുർആൻ വിളിച്ച പേര്. ഇസ്ലാമിന്റെ വഴിയെ, അള്ളാഹുവിന്റെ സത്യദീനിനെ സുബുൽ സലാം എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയിരിക്കുന്നു. അള്ളാഹുവിന്റെ അഭിവാദ്യവാക്യമാണ് സലാം, സ്വർഗത്തിലെ അഭിവാദ്യവാക്യമാണ് സലാം. ആ സലാം പ്രഭാതോദയം വരെ നിറഞ്ഞു നിൽക്കുന്ന ഒരു രാത്രിയാണ് ലൈലത്തുൽ ഖദർ. സമാധാനം വർഷിച്ചുകൊണ്ടേയിരിക്കുന്ന രാത്രി. ആ രാത്രിയുടെ ലക്ഷണങ്ങളായി ചില കാര്യങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. ലൈലത്തുൽ ഖദരി ലൈലത്തുൻ സംഹാ ത്വൽഖാ ലാ ഹർറ വലാ ബാരിദ തുസ്ബിഹു ശംസു സബീഹത ലൈഫ ഹംറ. വളരെ നല്ല പ്രശാന്തമായ സുന്ദരമായ രാത്രിയാണ് അത്. അതിന് ചൂടുണ്ടാവില്ല, തണുപ്പുമുണ്ടാകില്ല, നല്ല കാലാവസ്ഥയായിരിക്കും. ആ രാത്രി കഴിഞ്ഞു വരുന്ന പ്രഭാതത്തിലെ സൂര്യന് വലിയ കിരണങ്ങളോ ചൂടോ ഉണ്ടാവുകയില്ല, ദുർബലമായ ചുവപ്പ് നിറമേ ഉണ്ടാവുകയുള്ളൂ. ലൈലത്തുൽ ഖദ്രി ബൽജ ലാ ഹർറ വലാ ബാരിദ വലാ യുർമാ ഫീഹാ ബിനജ്ം വമിൻ അലാമത്തി യൗമിഹാ തത്ലഉ ശംസു ലാ ശിആ ലഹാ. ലൈലത്തുൽ ഖദറിന്റെ രാത്രി എന്നത് വളരെ നല്ല രാത്രിയാണ്. അതിൽ വലിയ ചൂടോ വലിയ തണുപ്പോ ഉണ്ടാവുകയില്ല. അന്ന് നക്ഷത്രങ്ങൾ എറിയപ്പെടുകയില്ല, ഉൽക്കാവർഷം ഉണ്ടാവുകയില്ല. അന്നിന്റെ ശേഷം ഉണ്ടാകുന്ന പ്രഭാതത്തിലെ സൂര്യന് കിരണങ്ങൾ ഉണ്ടാവുകയില്ല. ഈ ലക്ഷണങ്ങൾ വിളിച്ചോതുന്നു ലൈലത്തുൽ ഖദറിന്റെ രാത്രി എത്രമാത്രം ശാന്തമാണ്, പ്രകൃതിപരമായി തന്നെ എത്രമാത്രം നല്ല കാലാവസ്ഥയിലാണ് എന്ന്. കഴിഞ്ഞ അധ്യായത്തിന്റെ അവസാനത്തിൽ ഫസ്ജുദ് വഖ്തരിബ്, അള്ളാഹുവിന് വേണ്ടി നീ സുജൂദ് ചെയ്യുക, അവനിലേക്ക് അടുക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞു. അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ സുജൂദ് ചെയ്യേണ്ട, അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കാൻ പറ്റിയ ഒറ്റ രാത്രിയെക്കുറിച്ചാണ് ഈ സൂറത്തിൽ ഉടനീളം പറഞ്ഞത്. മുൻ അധ്യായത്തിന്റെ തുടക്കത്തിൽ ഇഖ്റ, താങ്കൾ വായിക്കുക എന്ന് അള്ളാഹു ആവശ്യപ്പെട്ടു. എന്താണ് വായിക്കേണ്ടത് എന്നാണ് ഈ അധ്യായം പറഞ്ഞത്. അപ്പോൾ ലൈലത്തുൽ ഖദറിന്റെ രാത്രി ഖുർആൻ പാരായണത്തിലൂടെ, ഖുർആൻ മനസ്സിലാക്കലിലൂടെ, സുജൂദ് വർദ്ധിപ്പിച്ച് അള്ളാഹുവിന്റെ സാമീപ്യം തേടേണ്ട രാത്രിയാണ്. ഒരു നിമിഷം പോലും നഷ്ടപ്പെടുത്താതെ ആ രാത്രി ഏറ്റവും നന്നായി ഉപയോഗിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്ന ഹാദ ശഹ്റ ഖദ് ഹളറക്കും വഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹ്ർ മൻ ഹുരിമഹാ ഫഖദ് ഹുരിമൽ ഖൈറു കുല്ലു വലാ യുഹ്റമു ഖൈറുഹാ ഇല്ലാ മഹ്റൂം. ഇതാ ഈ മാസം നിങ്ങൾക്ക് ആഗതമായിരിക്കുന്നു, അതിലൊരു രാത്രിയുണ്ട് 1000 മാസങ്ങളെക്കാൾ ഉത്തമമായ രാത്രി. ആ രാത്രിയുടെ സൗഭാഗ്യം കരഗതമാകാത്തവൻ, അത് പ്രവർത്തനത്തിലൂടെ നേടിയെടുക്കാത്തവൻ, സ്വന്തം അനാസ്ഥ വഴി അത് നിഷേധിക്കപ്പെട്ടവൻ, എല്ലാ നന്മകളും നിഷേധിക്കപ്പെട്ടവനാണ്. മഹാദൗർഭാഗ്യവാനല്ലാതെ അങ്ങനെ നിഷേധിക്കപ്പെടുകയില്ല. മാത്രമല്ല, ആ രാത്രിയിൽ ഒരു വിശ്വാസി കൂടുതൽ നമസ്കാരം നിർവഹിക്കണം. മൻ ഖാമ ലൈലത്തുൽ ഖദർ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ലൈലത്തുൽ ഖദറിന്റെ രാവിൽ വിശ്വാസത്തോടെ, പ്രതിഫലാഗ്രഹത്തോടെ ഒരാൾ നമസ്കരിച്ചാൽ അവന്റെ മുൻ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തുൽ ഖദറിന്റെ രാത്രിയെ ജീവിപ്പിക്കുകയും കുടുംബത്തെ ഉണർത്തുകയും അവർക്ക് ആ രാത്രിയുടെ സൗഭാഗ്യം ഉറപ്പാക്കുകയും ചെയ്തിരുന്നു. നമ്മളും അതുപോലെ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും ആ രാത്രിയുടെ സൗഭാഗ്യത്തെ ഉറപ്പാക്കേണ്ടതുണ്ട്. റമളാന്റെ അവസാന 10 മുഴുവൻ അള്ളാഹുവിന്റെ റസൂൽ ഉറക്കമിളച്ച്, കുടുംബത്തെ ഉറക്കമിളക്കാൻ പ്രേരിപ്പിച്ച്, അവർക്ക് കൂടി പുണ്യത്തിന് അവസരം നൽകി വളരെ ശക്തമായി ആരാധനയിൽ മുന്നേറുമായിരുന്നു. അങ്ങനെയാണ് നമ്മളിൽ ഓരോരുത്തരും ആവേണ്ടതും. ആ രാത്രിയുടെ മുഴുവൻ പുണ്യങ്ങളും അങ്ങനെ നേടിയെടുക്കാൻ സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ 2 അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചുച്ചരിക്കുക. ഹ ഹ തോ തോ. സലാമുൻ ഹിയ, മീമിന് തൻവീൻ വന്നു, ശേഷം ഹാ വന്നു. സുക്കൂനുള്ള നൂനിനോ തൻവീനിനോ ശേഷം ഹാ ഉൾപ്പെടെയുള്ള 6 അക്ഷരങ്ങളിൽ ഏത് വന്നാലും അവിടെ വെളിപ്പെടുത്തി ഓതണം, മണിക്കരുത്. ഇൽഹാർ എന്നാണ് നിയമത്തിന്റെ പേര്. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ.
അള്ളാഹു നമ്മെ ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യങ്ങൾ നേടുന്ന നല്ല സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.